ഭസ്മം പോലെ പൊടിച്ചെടുക്കാം. നമ്മുടെ അവിലേസ് പൊടി ഇവിടെ തയ്യാറായി. എല്ലാ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പിന്നെ പണ്ടൊക്കെ നമ്മൾ അവിലേസ് പൊടി നല്ല അരിപ്പൊടി കൊണ്ട് വറുക്കാറുണ്ടല്ലേ. എന്നാൽ ഇനി അവിലേസ് പൊടി അരിപ്പൊടി വേണമെന്നില്ല. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന റേഷൻ അരി കൊണ്ട് നമുക്ക് അരി വറുത്ത് പൊടിച്ച് അവിലേസ് പൊടി കണക്കാക്കി വൈകുന്നേരം ചായയുടെ കൂടെ കഴിച്ചാലോ? അപ്പൊ നമ്മൾ ഇന്ന് വൈകുന്നേരം ചായക്ക് എന്താണ് ഉണ്ടാക്കാൻ പോന്നെ? നമ്മള് റേഷനരി വറുത്ത് അവിലേസ് പൊടി ആക്കുന്നത് പോലെ നമ്മളിപ്പോ അരി എടുത്ത് അത് ഇച്ചിരി വെള്ളത്തിൽ ഇട്ടിട്ട് അത് കുതിർത്ത് ഊറ്റി വെച്ചിട്ട് പിന്നെ കുറെ സമയം കഴിയുമ്പോ അത് വറക്കും. അപ്പൊ നോക്കാം എന്തൊക്കെയാന്ന്. നോക്കാം കൂട്ടുകാരെ, കണ്ടോ, നമ്മളത് റേഷനരി ഇത്രയുമാണ് നമുക്ക് കഴിഞ്ഞ മാസം റേഷൻ കടയിൽ കിട്ടിയേക്കുന്നത് അല്ലേ. റേഷനരി കിട്ടിയ നല്ല അരിയാ. അതുകൊണ്ട് നോക്കിയേ, നല്ല അരിയാണ്. അപ്പൊ ഈ അരി ഞങ്ങളുടെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് പൊടിക്കും കേട്ടോ. പച്ചരിയും കൂടെ മേടിച്ച് പൊടിച്ചു കഴിഞ്ഞാണ്ടല്ലേ നല്ല അടിപൊളി മാവ് കിട്ടുവേ. ഇതാ ഇപ്പൊ ഇത്ര അരിയുണ്ട് അല്ലേ. ഇപ്പൊ കൂട്ടുകാരെ താണ്ടെ നമ്മളെ അരിയാണെങ്കിൽ നമ്മൾ താണ്ടെ കഴുവാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കഴുകി എടുക്കണം കേട്ടോ. അരി കഴുകി തീർന്നു. ഇനി ഇത് ഇച്ചിരി നേരം വെള്ളത്തിൽ കിടക്കണം. നമ്മുടെ അരി കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ടേക്കണം. 10 മിനിറ്റ് കിടക്കണം. 10 മിനിറ്റ് കിടന്നിട്ട് നമ്മൾ ഊറ്റുന്ന പാത്രത്തിൽ അത് ഊറ്റി വെക്കും. വെച്ചിട്ട് വറക്കണം. അന്നേരം കാണാം. ഇനി നേരം വെള്ളത്തിൽ ഇട്ടേക്കണം, കുതിരാൻ വേണ്ടി അല്ലേ. കുതിരണം. അതിനുശേഷം നമ്മൾ അരി ഊറ്റി വെക്കണം. അപ്പൊ കൂട്ടുകാരെ, നമ്മളൊരു 10 മിനിറ്റോളം നമ്മുടെ അരി കഴുകി ഇതേ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ ഊറ്റാൻ പോവുക കേട്ടോ. ഇതുപോലെ ഒരു കണ്ണാപ്പ എടുത്തിട്ടാണ് നമ്മൾ ഊറ്റാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് അച്ചായി അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇനി അടുത്ത അരി ഊറ്റാൻ പോകുന്നത് അച്ചായിയാണ് കേട്ടോ. അപ്പൊ കൂട്ടുകാരെ കണ്ടേ, നമ്മുടെ കണ്ണപ്പയ്ക്കകത്തേക്ക് നമ്മുടെ അരി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇരുന്ന് വെള്ളം ഒന്ന് തോന്ന് വരണം കേട്ടോ. അതിനുശേഷമേ നമുക്ക് ചീനിച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാൻ പറ്റത്തുള്ളേ. നമ്മൾ നമ്മുടെ അരിയാണെങ്കിൽ ഇതാണ്ട് വെള്ളം പോവാൻ വേണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരെ, ഇന്ന് നമ്മുടെ കൊല്ലത്ത് നല്ല വെയിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് കിട്ടിയ അവസരത്തിൽ തുണിയെല്ലാം ഒന്ന് ഉണക്കിയെടുക്കാനും എല്ലാം പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി നീലാകാശമായിരുന്നു ഫുള്ളും കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കണ്ടോ ഈ വെയിലത്ത് ആരായിരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ അരി ഊറ്റാൻ വെച്ചായിരുന്നല്ലോ. ഊറ്റാൻ വെച്ചിട്ട് ആ അരി ആണെങ്കിൽ നമ്മൾ ഒരു മുറത്തിനകത്തേക്ക് ഒരു തുണി ഇട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ആ ഊറ്റിയ അരി ഒന്നും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ വെയിലത്തേക്ക്. അപ്പം നല്ല രീതിയിലൊന്ന് ഉണങ്ങി കിട്ടി നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാവേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അരിയെല്ലാം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അരി വറക്കാൻ പോവുകയാണ്. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഉണക്കി വെച്ചേക്കുന്ന നമ്മുടെ അരി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. വെയിലത്തോണ്ട് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ചൂടാണ്. ഇപ്പം തന്നെ നമ്മുടെ അരി ഞാൻ കാണിച്ചു തരാം. നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമ്മുടെ അരി. കണ്ടോ, നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട് നമ്മുടെ അരി. ഇതേ കണക്കൊന്ന് ഉണങ്ങണം കേട്ടോ. ഇനി നമുക്കിത് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഈ അരിയാണെങ്കിൽ പൊട്ടും കേട്ടോ. നമ്മൾ പൊരി ഉണ്ടല്ലോ, പൊരി കണക്ക് ഈ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരും. അതുവരെ നമ്മൾ ഇവനെ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കുക. ഇടയ്ക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നും. അരി എടുക്കാതെ നല്ല രീതിയിൽ ഇങ്ങനെ വറുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. കരിഞ്ഞു പോകാനൊന്നും പാടില്ല. നമുക്കിതിങ്ങനെ ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അരി ഇങ്ങനെ പൊട്ടി പൊട്ടി വരുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഒരു പരുവം ആയിട്ടില്ല, ഇങ്ങനെ മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇതിനകത്ത് വെയിലത്ത് വെക്കുന്ന ആ ഒരു പരിപാടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വെയിലത്തൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നല്ല രീതിയിൽ വെള്ളം അല്ലാതെ തന്നെ കണ്ണപ്പിക്കാതിരുന്നങ്ങ് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് ഊറ്റിപ്പോയിക്കോളൂ. എൻ്റെ കൂട്ടുകാരെ, നമ്മുടെ അരി ഇപ്പം തന്നെ കിടന്നിങ്ങനെ പൊട്ടുന്ന നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. എന്നാലും അത് നോക്കുക കേട്ടോ, കാണാൻ പറ്റും. നോക്കിയ കൂട്ടുകാരെ, കണ്ടോ നമ്മുടെ അരി ഇങ്ങനെ കിടന്ന് പൊട്ടി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കളർ വരുന്നുണ്ടോ? കണ്ടോ, ആ കണക്ക് ഇതുപോലെ ഇങ്ങനെ ചുമന്ന കളറായിട്ട് വരണം കേട്ടോ നമ്മുടെ അരിയെല്ലാം. കണ്ടോ കൂട്ടുകാരെ, ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ അരി വറുക്കുന്ന പരുവം കേട്ടോ. ഇപ്പം നമ്മുടെ അരി കംപ്ലീറ്റ് ഇറക്കി വെക്കാറായിട്ടുണ്ട്. നല്ല മൂത്തിട്ടുണ്ട്. കണ്ടോ ഈ ഒരു കളറിൽ ഇതുപോലെ നല്ല രീതിയിൽ മൂത്ത് കിട്ടുമ്പോഴാണ് നമ്മുടെ അരി വറുക്കുന്നത് ശരിയാവുന്നത് കേട്ടോ.
അപ്പോൾ അതേ നോക്കിക്കേ, നമ്മുടെ അരി വറുത്തതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ നല്ല കളറാണ്, ക്യാമറയിൽ അത്രയും കളർ കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ ഇതൊരു ഫാൻ്റെ കീഴിൽ കൊണ്ടുവച്ച് നല്ല രീതിയിൽ അരി ആറണം കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ അരി വറുത്തത് നല്ല രീതിയിൽ ഒന്ന് ആറാൻ വേണ്ടി ഫാൻ്റെ കീഴിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഒന്ന് ആറട്ടെ, എങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ നേരത്തിന് നമ്മുടെ അരി വറുത്തതിനകത്തേക്ക് നമുക്ക് ചേർക്കാൻ വേണ്ടിയുള്ള തേങ്ങയാണിത് കേട്ടോ. അപ്പൊ തേങ്ങ നമുക്കൊന്ന് തിരികെ എടുക്കാം. അപ്പൊ കൂട്ടുകാരെ, ദേ നമ്മുടെ അരി വറുത്തത് ഒന്ന് ആറിയിട്ടുണ്ട് കേട്ടോ. വേണ്ടേ, ഒരു ചെറിയ ഇളം ചൂടൊക്കെ ഉള്ളു. അപ്പൊ അത്രയും ചൂടൊക്കെ വേണം കേട്ടോ, ഒത്തിരി അങ്ങ് തണുക്കാൻ പാടില്ല. കൈ തൊടുമ്പം പൊള്ളാത്ത കണക്കൊരു ഇളം ചൂട് നമുക്ക് വേണം കേട്ടോ. ഇനി നമുക്ക് ഇതുണ്ടോ, കൈ കൊണ്ട് വാരിയിടാൻ പറ്റുന്ന പരുവ. അപ്പം മിക്സിയുടെ കുഞ്ഞു ജാറിനകത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാൻ. കണ്ടോ, ഇത് കണക്ക് നല്ല രീതിയിൽ ഭസ്മം പോലെ പൊടിച്ചെടുക്കണമേ. ദാൻ്റെ കൂട്ടുകാരെ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേ ഒരു പൊടിച്ചെടുത്തത് ഒരു പാത്രത്തിനകത്തേക്ക് അങ്ങോട്ട് ആക്കി ഇട്ട് കൊടുക്കണേ. അപ്പോൾ നിങ്ങളിത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് വറുക്കാനുള്ള അരി. ഈ അരി നമ്മൾ പൊടിച്ചെടുത്തതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ കൂട്ടുകാരെ കണ്ടോതാ, നമ്മൾ നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് നമ്മുടെ അരിയും പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഭസ്മം പോലെ പൊടിയതേ, നമ്മൾ അടിപൊളി അവിലേസ് പൊടിയായിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടോ, നല്ല ഭസ്മം പോലെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ തിരികെ വെച്ചൊക്കെ നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നല്ല പഞ്ചസാരയൊന്നും ടേസ്റ്റ് വരത്തില്ല. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമ്മുടെ നല്ല വൃത്തിയായിട്ട് കൈയെല്ലാം കഴുകി ഇത് നല്ല രീതിയിലൊന്ന് ഞെവിടി യോജിപ്പിക്കണം കേട്ടോ. ഞാൻ നല്ല രീതിയിൽ ഞെവിടി യോജിപ്പിച്ചിട്ട് കാണിച്ചു തരാം. കണ്ട കൂട്ടുകാരെ, തേങ്ങായും പഞ്ചസാരയും എല്ലാം ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഞെവിടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ്ടേ തേങ്ങയും പഞ്ചസാര എല്ലാം ഇട്ട് നല്ല രീതിയിൽ നമ്മൾ ഞെവിടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കാം. ഓരോ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് നമുക്കിത് എല്ലാവർക്കും കൊടുക്കാം. ഇവിടെ അവിലേസ് പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ അരി എടുത്ത് കഴുകി വറുത്ത് പൊടിച്ച് നമ്മുടെ അവിലേസ് പൊടിയാണ് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തയ്യാറായിരിക്കുന്നത് കേട്ടോ. നമുക്ക് 4 മണിക്കോ എപ്പോഴൊക്കെ ഇഷ്ടമുള്ളപ്പോൾ നമുക്ക് കഴിക്കാം കേട്ടോ. കൊച്ചു പിള്ളേർക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാവും. അപ്പം നോക്കിയ കൂട്ടുകാരെ, നമ്മുടെ അവിലേസ് പൊടിയാണ് ഇന്ന് വൈകുന്നേരം ഇവിടെ 4 മണിക്ക് കട്ടൻ ചായയുടെ കൂടെ താരം കേട്ടോ. നല്ല രസമല്ലേ ഇവന്മാരിങ്ങനെ ഇരിക്കുന്ന കാണാൻ. ഇത്തിരി അപ്പൊ കൂട്ടുകാരെ, ഇതേ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അരി വറുത്ത് പൊടിച്ച് അവിലേസ് മാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും ഒന്നും മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വേറൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും